അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന കമ്പനിക്കാരെയും നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്കും നമ്മുടെ ട്രസ്റ്റ് വഴി അവർക്ക് വേണ്ടുന്ന കാര്യം ചെയ്യാൻ സഹായം ചെയ്യും. അപ്പോൾ ഇങ്ങനെ നിരവധി പ്രൊജക്റ്റ്, അതായത് ഒരു എക്കോ സിസ്റ്റം ക്രിയേറ്റീവ് ആണ്. ഒരു മനുഷ്യന് ആവശ്യമുള്ള 10 മേഖല തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ചതിയിൽപ്പെടാണ്ട് അവർക്ക് നല്ല സർവീസ് കൊടുക്കുക. ഇതിൻ്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇന്ന് 20 ടോക്കണിൽ നമുക്ക് വെറും 1700 രൂപ മുടക്കി ചെയ്യാൻ പറ്റും. ഒരു സാധാരണ ഒരു കുടുംബത്തിന് അവൻ്റെ കയ്യിൽ ഒരു 20 ടോക്കൺ ഉണ്ടെങ്കിൽ ഈ $10,000 മാറുമ്പോൾ അവൻ്റെ ആസ്തി എത്രയായിരിക്കും? ചിലപ്പോൾ അവരുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭാവനയായിരിക്കും ഇന്ന് മുടക്കുന്ന ഈ 20 ടോക്കൺ. അത് ജനങ്ങൾ മനസ്സിലാക്കി എടുക്കണം. കാരണം അതായത് നമ്മുടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള സൈറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ ടോക്കൺ വഴി വാങ്ങിക്കുന്ന ആൾക്കാർക്ക് 10% ഡിസ്കൗണ്ട് ഉണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, ക്രിപ്റ്റോയിൽ ഇതിനു മുമ്പ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തവരാണോ? ക്രിപ്റ്റോയിലൂടെ പണം നഷ്ടപ്പെട്ടവരാണോ? ക്രിപ്റ്റോയിൽ പറ്റിക്കപ്പെട്ടവരാണോ? ഇനി അങ്ങനെ സംഭവിച്ചുകൂടാ. അതിനുവേണ്ടി ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു മഹത് വ്യക്തിയെയാണ് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം ഇന്ന് നിലവിൽ ഒരു പ്രൊജക്റ്റുമായി നമുക്ക് മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നാണ് അതിൻ്റെ ലോഞ്ചിങ് ഇവൻറ്റിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടറെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. സർ, നമസ്കാരം. നമസ്കാരം സർ. സർ, നമുക്ക് വേണ്ടി നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി സാറിനെ ഒന്ന് പരിചയപ്പെടുത്തുക. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഇവിടെ ഈ ഒരു ഇവന്റിലാണ്, ലോഞ്ചിങ് ഇവന്റിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. സാർ ആദ്യം ഒന്ന് പരിചയപ്പെടുക. തീർച്ചയായിട്ടും. എൻ്റെ പേര് ജയകുമാർ എന്നാണ്. എൻ്റെ സ്വദേശം ചേർത്തല, ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിലാണ്. കഴിഞ്ഞ 23 വർഷക്കാലം ദുബായിൽ സ്വന്തമായിട്ട് കമ്പനി നടത്തുകയും അതിനുശേഷം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഞങ്ങൾ ഒരു ആദ്യ ചുവടുവെപ്പ് നടത്തുകയും ചെയ്തു. വീണ്ടും നാട്ടിൽ വന്നതിന് ശേഷം പ്രവാസി ഭാരതി ട്രസ്റ്റ് രൂപീകരിക്കുകയും അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ്. ഈ സമയത്താണ് ക്രിപ്റ്റോ ഞാൻ ഇതൊക്കെ മുമ്പെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ക്രിപ്റ്റോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ നമുക്ക് എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കാം എന്ന ചിന്തയാണ് എൻ്റെ മനസ്സിന് ക്ലിക്ക് ചെയ്തത്. പക്ഷേ 2008 സത്തോഷി നാക്കമോട്ടോ ചെയ്ത ഒരു സംരംഭം ജനങ്ങൾ പല രീതിയിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. അതിൽ കുറേ തട്ടിപ്പും വെട്ടിപ്പും സ്കാമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. പക്ഷേ ഇതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ജനനന്മയ്ക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് എൻ്റെ ആശയം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 2 വർഷത്തോളം എൻ്റെ പിന്നിലായിരുന്നു. അപ്പോൾ ആ 2 വർഷം ഞാൻ വളരെ കഠിനാധ്വാനം ചെയ്ത് അതിന് നല്ലൊരു സിസ്റ്റം ഉണ്ടാക്കി. അതായത് ഏതൊരു പാവപ്പെട്ടവൻ്റെ കുടുംബത്തിനും ചെറിയൊരു എമൗണ്ട്, അതായത് ഒരു 1700 അല്ലെങ്കിൽ ഒരു 20 ടോക്കണോ അല്ലെങ്കിൽ $20 മുടക്കിക്കൊണ്ട് ഇതിൻ്റെ പങ്കാളിയാക്കുകയും ഇതിൻ്റെ വരുമാനങ്ങളെല്ലാം തന്നെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക, അവരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. രണ്ടാമത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് 2 പ്ലാനുണ്ട്. ഒന്നൊരു ബേസിക് പ്ലാൻ. സാർ, നിങ്ങൾ അതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. എന്താണ് നമ്മുടെ ഈ ഒരു ആളുകളിലേക്ക് എത്തിക്കുന്ന ഈ പ്രൊജക്റ്റ് എന്താണ്? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. ഇതിൻ്റെ നമുക്കറിയാം ലോകത്ത് ഏകദേശം 20,000-ഓളം ടോക്കൺസും കോയിൻസും ഉണ്ട്. പല ആൾക്കാരും ട്രേഡിങ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ NFT ഉണ്ട്, അതേപോലെ തന്നെ ഗെയിംസ് ഉണ്ട്. ഇതൊക്കെ തന്നെ ഡിജിറ്റലായിട്ട് തന്നെ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ആശയം ഡിജിറ്റൽ പ്ലസ് ഫിസിക്കൽ. നമുക്ക് ഡിജിറ്റൽ കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല. അരിയാഹാരം കഴിക്കണമെങ്കിൽ ഫിസിക്കലായിട്ട് നമ്മൾ രംഗത്തേക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ ഫിസിക്കലായിട്ട് രംഗത്തേക്ക് ഇറങ്ങിയവരെ എങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരം എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും, അതിന് നമ്മൾ ഈ ക്രിപ്റ്റോ കറൻസി എന്ന സിസ്റ്റത്തെ ഉപയോഗിക്കണം. ആ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞ സാറിന് അറിയാലോ, ഏത് രാജ്യത്തുള്ള ആൾക്കാരെയും എപ്പോൾ വേണേലും സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു സർക്കിൾ, ഒരു ക്രിപ്റ്റോ ബ്ലോക്ക് ചെയിനാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഫിസിക്കൽ പ്രൊജക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് മേജർ 10 പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും GCയുടെ കീഴിൽ വരുന്ന 10 പ്രൊജക്റ്റ് എന്ന് പറയുന്നത്, ആദ്യത്തേത് കൊമേഴ്സ്, അതായത് നമ്മുടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള സൈറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ ടോക്കൺ വഴി വാങ്ങിക്കുന്ന ആൾക്കാർക്ക് 10% ഡിസ്കൗണ്ട് ഉണ്ടാവും. അതേപോലെ നല്ലൊരു പ്രൊഡക്റ്റ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിക്ക് 5% കമ്മീഷൻ ഉണ്ടാവും. ബാക്കി കിട്ടുന്ന എമൗണ്ട് ടോക്കൺ എടുത്ത ആൾക്കാരിലേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്തിനാണ് നമ്മൾ ഇടയ്ക്ക് നിൽക്കുന്ന ചൂണ്ടിക്കാണിക്കുന്ന ഒരാൾക്ക് 5% കൊടുക്കണമെന്ന് ചോദിച്ചാൽ,
നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലൂടെ വേറൊരാൾ പട്ടിണി ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ അടുത്ത പ്രദേശത്തെ കടക്കാരൻ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അവൻ്റെ ചുറ്റുപാടുള്ള ഒരു പ്രൊഡക്റ്റ് ചൂണ്ടിക്കാണിച്ചാൽ അവനും കിട്ടും വരുമാനം. അപ്പോൾ അവരെയും ഒഴിവാക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇന്നിപ്പോൾ നമുക്കറിയാം 8-10 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു തട്ടുകട നടത്തണമെങ്കിൽ പോലും 8-10 മണിക്കൂർ അതിനകത്ത് നമ്മൾ ചിലവഴിക്കേണ്ടി വരും. ആ സമയത്ത് അവൻ്റെ കച്ചവടം തന്നെ പരാജയത്തിലേക്ക് പോവുക. ദിവസവും വൈകിട്ട് സമയങ്ങളിൽ ബ്ലേഡുകാരനും മറ്റ് വട്ടിപ്പലിശക്കാരൊക്കെ വന്നിട്ട് ഉള്ള പിരിവ് മേടിച്ചിട്ടുണ്ട്. ഇവൻ്റെ മിച്ചമൊന്നുമില്ല. പക്ഷേ 20 ടോക്കൺ എടുത്തിട്ടുണ്ട് ഈ 10 പ്രൊജക്റ്റിൽ പങ്കാളിത്തം അവർക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അതായത് മേജർ 10 പ്രൊജക്റ്റ്. ആക്ച്വലി ഈ ഒരു ഇതിന്റെ പ്ലാൻ എങ്ങനെയാണ് സർ വരുന്നത്? അതായത് 20 ടോക്കൺ എടുക്കുക എന്ന് പറഞ്ഞു. 20 ടോക്കൺ എടുക്കുന്ന ആളെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന റിട്ടേൺ ഇതല്ലാതെ നിങ്ങളിപ്പോൾ പറഞ്ഞു മറ്റുള്ള പ്രൊജക്ടുകളിൽ പറഞ്ഞു, അതല്ലാതെ അവർക്ക് എന്തെങ്കിലും റിട്ടേൺ വരും? അവർക്ക് റിട്ടേൺസ് കിട്ടുക വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു 2 പ്രൊജക്റ്റാണ് ഉള്ളത്. ഒന്ന് ബേസിക് പ്ലാനും 2 പ്രീമിയം പ്ലാനും. ഈ പ്രീമിയം പ്ലാൻ എടുക്കുന്ന ആൾക്കാർക്കാണ് ഈ 10 പ്രൊജക്റ്റിൻ്റെ ലാഭവിധം കിട്ടുന്നത്. അപ്പോൾ 20 ടോക്കൺ എടുക്കുന്ന ആൾക്കാർക്ക് ടോട്ടൽ പ്രൊജക്റ്റിൻ്റെ 1%, അത് 100 ടോക്കൺ എടുക്കുന്ന ആൾക്കാർക്ക് 2%, 500 എടുക്കുന്നവർക്ക് 3%. ഇങ്ങനെ കയറി 9ാമത്തെ ലെവൽ വരുമ്പോൾ നമ്മുടെ ടോട്ടൽ വരുമാനം കൂടുകയും ടോട്ടൽ പ്രൊജക്റ്റിൻ്റെ ലാഭവിധം കൂടുകയും അതിനോടൊപ്പം തന്നെ നമുക്ക് ബൈക്ക് ഫ്രീ ആയിട്ട് കിട്ടും. 10ാമത്തെ പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ ഒരു കാർ ഫ്രീ കിട്ടും. 11ാമത്തെ പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ ഒരു ഫ്ലാറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇതെല്ലാം ചെയ്യുന്നത് കഷ്ടപ്പെടുന്നവന് അല്ലെങ്കിൽ ഇതിനകത്ത് പ്രവർത്തിക്കുന്നവരുടെ അവർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു സിസ്റ്റം ഉണ്ടാക്കിയത്. അപ്പോൾ ഏതൊരു പാവപ്പെട്ടവനും ഇതിനെ ഏറ്റവും വലിയ പൊസിഷനിലേക്ക് എത്താനും ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്ന ഒരു സാഹചര്യമാണ് നമ്മളിതിലൂടെ കാഴ്ചവെക്കുന്നത്. അതായത് $20 സമാനമായിട്ടുള്ള ടോക്കൺ എടുത്ത് ഇതിൽ പങ്കാളികളാവാം. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ പ്രീമിയം പാക്കിലോ സർ? പ്രീമിയം ഞാൻ പറഞ്ഞു ബേസിക് പ്ലാനിൽ നമുക്ക് സാധാരണ ക്രിപ്റ്റോയിൽ നമ്മൾ ട്രേഡിംഗ് ആണ് നടത്തുന്നത്. ഈ പിന്നെ പ്രീമിയം പ്ലാനിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പ്രൊജക്റ്റിന്റെ ലാഭവിധം ഇവർക്ക് ഒന്ന് കയറും. 10 പ്രൊജക്റ്റിന്റെ ഈ 10 പ്രൊജക്റ്റിന്റെയും ലാഭവിധം എടുത്ത ആളുകൾക്ക് കിട്ടും. ഓക്കെ, അതിന് മിനിമം എത്രയെന്ന് പറയുന്നുണ്ടോ? അതിന് പറയുന്നില്ല. 20 ടോക്കൺ എല്ലാത്തിനും 20 ടോക്കൺ ഏത് വേണമെങ്കിലും ആളുകൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ആ 20 ടോക്കൺ എടുത്തുകൊണ്ട് നമ്മൾ റെഫറൽ ഇൻകം 10% കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ആൾക്കാരെ ചേർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഗ്രാഫ് മേലോട്ട് വരികയും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വരുമാന സാധ്യത ഉയർച്ചയിലേക്ക് വരും. മനസ്സിലായില്ലേ? അതായത് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ 35 വർഷം കൊണ്ട് സമ്പാദിക്കുന്ന കാര്യങ്ങൾ 3 വർഷം കൊണ്ട് ഇതിനകത്ത് നേടിയെടുക്കാൻ പറ്റും. അതുകൂടാണ്ട് നമ്മളും നമ്മുടെ തലമുറകൾക്കും വേണ്ടിയിട്ട് സമ്പാദിക്കുന്ന സംഭവമായിട്ട് മാറും. ഒരിക്കലും ഇത് സ്റ്റോപ്പ് ആകില്ല. ഇത് ജനകീയമാണ്. നമ്മുടെ ഈ പ്രസ്ഥാനം ജനകീയമാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിനും അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിന് തന്നെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കണം. ഒത്തിരി ആൾക്കാർ പട്ടണയിൽ കഴിയുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു മോചനം വേണമെങ്കിൽ ഇതുപോലുള്ള ചില പ്രൊജക്റ്റുകൾ വന്നു. അതാണ് ഇതിലൂടെ ചെയ്യുന്നത്. സർ, ഞാൻ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ക്രിപ്റ്റോ പ്രൊജക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇത്തരം പ്രൊജക്റ്റുകളിൽ അംഗമാകുന്നുണ്ടെങ്കിൽ കൂടി ആരാണ് ഫൗണ്ടർ എന്നോ അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ പിന്നിലെന്നോ അറിയാത്തൊരവസ്ഥയുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ, ഈ ഒരു അവസ്ഥയിൽ പ്രൊഡക്റ്റിൽ ഈ ഒരു ടോക്കൺ ലോഞ്ച് ആകുന്ന സമയത്ത് തന്നെ ഞാനാണ് ഇതിന്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞുകൊണ്ട് സാറ് മുമ്പോട്ട് ഇറങ്ങുമ്പോൾ സാറിന്റെ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? എൻ്റെ മനസ്സിൽ സത്യസന്ധമായിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി വേണ്ടത്. ഇപ്പോൾ ഈ ഇന്ന് നടന്ന ലോഞ്ചിങ്ങിൽ ഇതിന്റെ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മുൻ MLA താമരാക്ഷൻ സാറാണ്. 5 പ്രാവശ്യം നിയമസഭയിലിരുന്ന താമരാക്ഷൻ സാർ ഒരു സാമ്പത്തിക വിദഗ്ധനും കൂടിയാണ്, പ്രൊഫസറും കൂടിയാണ്. അദ്ദേഹം നമ്മുടെ പ്രവാസി ഭാരതി ട്രസ്റ്റിന്റെ രക്ഷാധികാരി കൂടിയാണ്. എന്നെ നന്നായിട്ട് അദ്ദേഹത്തിന് അറിയാം. ഞാൻ ചെയ്യുന്ന പ്രൊജക്റ്റ് കളവാകിയല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രൊജക്റ്റിൽ വന്നിട്ട് ഇത് ലോഞ്ച് ചെയ്തു. രണ്ടാമത് ഇതിൻ്റെ പ്രകാശനം നടത്താൻ വേണ്ടി വന്ന മുൻ കളക്ടറായിട്ടുള്ള MB ജോസഫ് സാർ. MB ജോസഫ് സാർ വന്നിട്ടാണ് മറ്റുള്ളവർക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം കൊടുത്ത് നമ്മൾ കണ്ടിട്ടുള്ള സംഭവമാണ് ഇല്ലേ. അപ്പം നമ്മുടെ മനസ്സിൽ ജെന്യൂനിറ്റി 100% ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ പുറത്താണ് ഞാൻ പബ്ലിക്കിന് മുമ്പിൽ ഞാനാണ് എൻ്റെ ഫൗണ്ടർ, ഞാൻ എൻ്റെ CEO എന്ന് പറയുന്നത്. എൻ്റെ മനസ്സിൽ ജനനന്മ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സംഭാവന എന്താണോ അത് മാത്രമേ ഞാൻ ലക്ഷ്യം വെക്കുന്നുള്ളൂ. അതിനാണ് ഞാൻ അത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നത്. സർ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ക്രിപ്റ്റോ ഫീൽഡിൽ കുറച്ചായിട്ട് ഇതിന്റെ റിസർച്ചിലും കാര്യങ്ങളും തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ഫ്യൂച്ചർ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അറിയില്ലായിരിക്കും, അതൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇതിന്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇന്ന് 20 ടോക്കണിൽ നമുക്ക് വെറും 1700 രൂപ മുടക്കി ചെയ്യാൻ പറ്റും. എൻ്റെ ഞാൻ വലിയ മോഹങ്ങളും പറയത്തില്ല, അല്ലെങ്കിൽ വലിയ കാര്യങ്ങളും പറയുന്നില്ല. എങ്കിലും ഒരു 10 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ മൂല്യം $10,000 മാറും.
അപ്പം ഒരു സാധാരണ ഒരു കുടുംബത്തിന് അവൻ്റെ കയ്യിൽ ഒരു 20 ടോക്കൺ ഉണ്ടെങ്കിൽ ഈ $10,000 മാറുമ്പോൾ അവൻ്റെ ആസ്തി എത്രയായിരിക്കും? ചിലപ്പോൾ അവരുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭാവനയായിരിക്കും ഇന്ന് മുടക്കുന്ന ഈ 20 ടോക്കൺ. അത് ജനങ്ങൾ മനസ്സിലാക്കി എടുക്കണം. കാരണം ക്രിപ്റ്റോ എന്ന് കേൾക്കുമ്പോൾ തന്നെ മൊത്തം തട്ടിപ്പും വെട്ടിവെപ്പുമാണ്, ആൾക്കാർക്ക് വിശ്വാസ്യതയില്ല. പക്ഷെ ഞാനിത് ഇത്രയും നാൾ കഷ്ടപ്പെട്ട് ഇത് ലോഞ്ച് ചെയ്യണ സമയത്ത് ഈ പറഞ്ഞ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളെല്ലാം തന്നെ വന്നത് എന്നിലുള്ള വിശ്വാസമാണ്. ജയകുമാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു ചതി ചെയ്യല, ജനങ്ങളുടെ മുമ്പിൽ വേറെ ഒരു തട്ടിപ്പും വെട്ടിപ്പും ചെയ്യല എന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് അവരെല്ലാം എൻ്റെ കൂടെ സഹകരിച്ച് അവർ ടോക്കൺ എടുത്ത് നമ്മുടെ മുൻപന്തിയിലേക്ക് വന്നു. ഇനി സാധാരണ ജനങ്ങളും ഇതിൻ്റെ പാർട്ടായിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ പങ്കാളിയാവുക, എൻ്റെ ആഗ്രഹമാണ്. ഇവിടെ നമ്മൾ 10 പ്രൊജക്റ്റ് വെച്ചിരിക്കുന്നത്, ഒന്ന് ഇ കൊമേഴ്സാണ്, രണ്ടാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ്, മൂന്നാമത്തെ ഇൻഫ്രാസ്ട്രക്ചറാണ്, നാലാമത്തെ ഫിലിം ഇൻഡസ്ട്രി ആൻഡ് മീഡിയയാണ്, അഞ്ചാമത്തത് അഗ്രികൾച്ചർ ആൻഡ് ഫാമിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ നിരവധി പ്രൊജക്റ്റ്, അതായത് ഒരു എക്കോ സിസ്റ്റം ക്രിയേറ്റീവ് ആണ്. ഒരു മനുഷ്യന് ആവശ്യമുള്ള 10 മേഖല തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ചതിയിൽപ്പെടാണ്ട് അവർക്ക് നല്ല സർവീസ് കൊടുക്കുക. ആ സർവീസ് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിൽ ഇപ്പോൾ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിലേക്ക് കയറി കഴിഞ്ഞാൽ അവർ പറയുന്ന ആ 300 രൂപ അല്ലെങ്കിൽ 500 രൂപ എൻട്രി ഫീസും ഒക്കെ വാങ്ങി. ഇവിടെ എൻട്രി ഫീസൊന്നും വരികയില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചികിത്സ മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ മോള് ഒരാൾ ഡോക്ടറാണ്, MBBS എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ മോളും ഡോക്ടറാണ്. അപ്പോൾ ഞാൻ മോളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ജനങ്ങളെ സേവിക്കുക. നിങ്ങളുടെ ശമ്പളമോ നിങ്ങളുടെ ലാഭം ഒന്നും ശ്രദ്ധിക്കാൻ പാടില്ല. നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിന് ഇന്നലെ നാളെ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് അപ്പുറത്തിടും. നല്ല സേവനം ചെയ്യാൻ എൻ്റെ മോളെ ഞാൻ പഠിപ്പിക്കണതാണ്. അപ്പം നമുക്ക് ഈ ഹോസ്പിറ്റൽ ഒരു സംഭവം കൂടി ചെയ്യണതിൻ്റെ കാരണം വെച്ചാൽ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത ചികിത്സയും ടെസ്റ്റുകളൊക്കെ തന്നു മനുഷ്യനെ ദ്രോഹിക്കുമോ? എനിക്കും അനുഭവമുള്ള, എനിക്ക് ചെറിയ ഒരു ഷുഗറിൻ്റെ ഒരു അസുഖം വന്ന സമയത്ത് ക്യൂവിൽ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ കയറി കാഷ്വാലിറ്റിയിൽ കയറി കിടന്ന് എന്നെ പിടിച്ച് 3 ദിവസം ഐസിയിൽ കിടത്തി എൻ്റെ അടിയിൽ നിന്ന് 10,000 രൂപ പോവുകയും ചെയ്യും. അപ്പോൾ അതാണ് പ്രൈവറ്റ് മേഖല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ കുറ്റം പറയല്ല, ചിലപ്പോൾ അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിരിക്കും. പക്ഷേ നമ്മുടെ പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല സർവീസ് കൊടുക്കുക, ആരെയും കഴുത്തിറക്കാണ്ട് അവന് വേണ്ട രീതിയിൽ. കാരണം അവർക്ക് ശമ്പളം കൊടുത്താൽ മാത്രം മതി. കാരണം ഇതിനകത്ത് നിന്ന് കൊള്ള ലാഭം എടുത്തിട്ട് എൻ്റെ പോക്കറ്റിൽ പോകുന്നതല്ല, 1 രൂപ കിട്ടുന്നത് ഈ കോയിൻ എടുത്ത ആൾക്കാരിലേക്ക് പോകും. ഇതാണ് എൻ്റെ ലക്ഷ്യം. എന്തായാലും നിങ്ങളുടെ ഉദ്ദേശം തീർച്ചയായിട്ടും. സർ, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ക്രിപ്റ്റോ കാലഘട്ടം, ഈ ഒരു ക്രിപ്റ്റോ കാലഘട്ടങ്ങളിൽ ഒരുപാട് സ്കാമുകൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ സമൂഹം ശരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നൊരു പ്രൊജക്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് സ്കാമാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയില്ല സത്യത്തിൽ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഇതിനെ ഈ ഒരു ക്രിപ്റ്റോ പ്രൊജക്റ്റ് വരുമ്പോൾ അതിനെ നല്ലതാണോ ചീത്തയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? അതായത് ഇതൊരു ഡിജിറ്റൽ യുഗമാണ്. നമുക്കിതിനൊന്നും നല്ലതാണോ ചീത്തയാണെന്നും പറയാൻ പറ്റില്ല. കാരണം നാളെ ഇത് സ്കാമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴേ ഇത് മോശം നമുക്കറിയാൻ പറ്റുള്ളൂ. എന്നാൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം ചെയ്യുക. ഒരു $100 താഴെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം ചെയ്യുക. അതിന് ഒരു മിനിമം ഒരു 1 ഇയർ 2 ഇയർ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആരെയും റെഫർ ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ റെഫർ ചെയ്തിട്ട് ആരെങ്കിലൊക്കെ ഇപ്പം നിങ്ങൾക്ക് 10% കിട്ടും. അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറ്റുള്ളവരൊക്കെ ഇത് ഭയങ്കര സംഭവമാണ്, ഇത് അങ്ങനെ സംഭവമാണ് എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ചേർപ്പിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചേർപ്പിച്ച ആൾക്കാരെല്ലാം നിങ്ങളോട് ഇഷ്ടക്കേടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കുക. ഇതിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ ആരാണ് എൻ്റെ ഫൗണ്ടർ, ഇവരുടെ സിസ്റ്റം എന്താണ്, കാരണം ആ സിസ്റ്റം എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ പ്രൊജക്റ്റ് എന്താണ്. ഇപ്പോൾ NFT എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു ആർട്ട് ചിത്രം ഒക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാം, അതൊക്കെ എപ്പോഴും ഡെവലപ്പ് ആകുമെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഗെയിം ആണെങ്കിലും പറയാൻ പറ്റത്തില്ല. ഇപ്പം ബിറ്റ്കോയിനൊക്കെ ഇപ്പോൾ നമുക്കറിയാം, അത് മേടിച്ച് വെക്കണമെങ്കിൽ 10-30 ലക്ഷം രൂപ വേണം. അത് ചിലപ്പോൾ 2 ആഴ്ച കൊണ്ട് 1 ആഴ്ച കൊണ്ട് ചിലപ്പോൾ $1000 കയറ്റമൊക്കെ വരും. പക്ഷെ നമുക്ക് സാധാരണപ്പെട്ടവന് 30 ലക്ഷം രൂപ കൊടുത്ത് മേടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എത്തേരിയ അതുപോലെ മറ്റു കോയിനൊക്കെ ഒത്തിരി ഉണ്ട്, എക്സ്ചേഞ്ച് ഒക്കെ. അപ്പോൾ അത് എല്ലാവർക്കും മേടിക്കാൻ പറ്റില്ല. കാരണം സാധാരണപ്പെട്ടവൻ എങ്ങനെ ചെയ്യാൻ പറ്റും? സാധാരണപ്പെട്ടവൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ ഈ ക്രിപ്റ്റോ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ഇപ്പോൾ നിത്യേന ജോലി ചെയ്തിട്ട് 1000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ വന്നിട്ട് ക്രിപ്റ്റോ കറൻസി എടുത്ത് വെക്കാൻ പറ്റുമോ? അവൻ്റെ ചിലവ് കഴിഞ്ഞ് പോകാനേ പറ്റുള്ളൂ. അവിടെ നമ്മൾ 20 ടോക്കൺ എടുത്തുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾ ഭാഗമാകാൻ ഞാൻ പറയുന്നത്. ഞാൻ ചെയ്യുന്ന കാര്യം വെച്ചാൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റ് 10 പ്രൊജക്റ്റ് പറഞ്ഞു. ഇന്ന് ഇന്ത്യയിൽ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് കോടാനുകോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റും പ്രൊജക്റ്റും ഉണ്ട്. പക്ഷേ ഇത് ചില വ്യക്തികളുടെ കൈകളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകും. പക്ഷേ ഇവിടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത് ഇത്തരം പ്രൊജക്റ്റുകൾ നമ്മൾ എടുത്തുകൊണ്ട് അതിൻ്റെ ലാഭവിധം ഈ ടോക്കൺ കൈവശം വെച്ചിരിക്കുന്ന ജനങ്ങളിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിക്ക് ടെൻഡർ വെക്കാൻ വേണ്ടിയിട്ട് ഒരാൾ മാത്രം ഉണ്ടായിരുന്നു, അദാനി മാത്രം.
ഈ അദാനി വെച്ച സംഭവം അദ്ദേഹം എടുത്ത് പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ അതിനകത്ത് ഭാഗമായി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തെങ്കിലും ബാക്കി ഫണ്ട് അദ്ദേഹം ചെയ്തെങ്കിലും ഏകദേശം 40 വർഷത്തോളം അതിൻ്റെ വരുമാനം എല്ലാ സാധ്യതയെല്ലാം അങ്ങോട്ട് പോകും. ഇത് ഞാൻ പറയുന്നത് ഇത് ജനകീയമാണ്. ഇത് ജനകീയമായിരുന്നെങ്കിൽ ഇപ്പോൾ സത്യം പറയുന്നത് ഈ ക്രിപ്റ്റോയുടെ കേസ് നേരത്തെയാണ് ഇതുപോലെ പ്രോജക്റ്റ് ഞാൻ ഏറ്റുപിടിക്കും. എന്നാൽ ഞാൻ കൺസ്ട്രക്ഷൻ കമ്പനി 16 വർഷം നടത്തിയ വ്യക്തിയാണ്. അപ്പോൾ ഇതെടുത്തുകൊണ്ട് ഇതിനകത്ത് വരുന്ന ലാഭവിഹിതം ഈ ജനങ്ങളിലേക്ക് എത്തണം. എന്നാലേ അതായത് ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് പറയാനുള്ള കാര്യം ചെയ്യണം. ഇപ്പം നെടുമ്പാശ്ശേരി പദ്ധതി തന്നെ നമുക്ക് 10 രൂപ ഷെയറുള്ളപ്പം ആരാ വാരിക്കൂട്ടിയ വിരലെണ്ണാവുന്ന ആൾക്കാരെല്ലാം വാരിക്കൂട്ടി. ഇവിടുത്തെ സർക്കാർ വിചാരിച്ചിരുന്നെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു 100 ഷെയർ വെച്ച് കൊടുത്തിരുന്നെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ഓരോ കുടുംബത്തിനും ചെല്ലും. അങ്ങനെ നമ്മൾ ഈ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള മേഖലയിലേക്ക് നമ്മൾ തിരിയുക എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഓക്കെ 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 ഗുഡ്. അപ്പോൾ സർ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്ക് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് എങ്ങനെ എൻട്രി ചെയ്യാൻ കഴിയും? അതായത് നമ്മുടെ 2 വെബ്സൈറ്റ് ഉണ്ട്. ഒന്ന് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റ് www.gcdtoken.com. അപ്പോൾ ഈ സൈറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കയറി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻ സെലക്ട് ചെയ്യാൻ പറ്റും. എന്താണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അതും ചെയ്യാൻ പറ്റും. ഇത് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഒരു ബേസിക് നോളജ് നമുക്ക് അറിയണം. ഇപ്പോൾ നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റ് ഐ ഡി ഒക്കെ എടുത്തതിന് ശേഷം നമ്മുടെ എന്താ പറയുക ആധാർ കാർഡോ പാൻ കാർഡോ ആധാർ കാർഡ് അതൊക്കെ നമ്മുടെ KYC ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് മെറ്റാമാസ്കിൻ്റെ വാലറ്റ് ഐ ഡി എല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് തന്നെ അതിനകത്ത് എൻട്രി ആകാൻ പറ്റും. പിന്നെ നമ്മുടെ പ്രൊജക്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ www.gcdtoken.io ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞൊരു കോളമുണ്ട്. ആ വൈറ്റ് പേപ്പർ കോളത്തിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 10 പ്രൊജക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ടും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 10 വർഷം കൊണ്ട് 10 പ്രൊജക്റ്റ് ചെയ്യുക. 10ാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനീയ പ്രസ്ഥാനമായിട്ട് മാറ്റുക. അതിൻ്റെ ഗുണം ലോകമാകും. നമ്മുടെ കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ഏത് ലോകത്തുള്ള ഏതൊരു വ്യക്തിക്കും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ക്രിപ്റ്റോയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇത് നമുക്ക് ഞാൻ പറയട്ടെ, നമുക്ക് എവിടെയോ ഇരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും അങ്ങനെ കൊടുത്ത് സഹായിക്കാൻ പറ്റുമോ? സഹായിക്കുന്നതിന് ലിമിറ്റ് ഉണ്ടാവും ഇല്ലേ? എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു 100 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് എത്ര പേർക്ക് കൊടുത്ത് സഹായിക്കാൻ പറ്റും? നേരെ മറിച്ച് ഈ സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഏത് രാജ്യത്ത് ഇരിക്കുന്നവർക്ക് എങ്ങനെ വേണമെങ്കിലും അതുകൊണ്ട് അതിൻ്റെ വരുമാന സാധ്യത കൂട്ടാനും അതുപോലെ നമ്മുടെ പ്രൊജക്റ്റ് ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ നമുക്ക് ചെയ്യാൻ പറ്റും. 23 വർഷം ഞാൻ ദുബായിൽ ബിസിനസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഏത് രാജ്യത്തും ഏത് ബിസിനസ്സും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരാം. അതിന് ആപ്റ്റായിരുന്ന ആൾക്കാർ അവരെ തന്നെ ആയിരിക്കും എന്നെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, നമ്മുടെ ടീം മെമ്പേഴ്സ് തന്നെ. അപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എന്താ പറയുക, ആ ഡിസ്ട്രിക്ട് പോൾ 2 പേരെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ആ ഡിസ്ട്രിക്ട് പോളിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരു ഡിസ്ട്രിക്ട് ഇപ്പോൾ ഒരാൾ എടുക്കുകയാണ്. ആ ഡിസ്ട്രിക്ട് പോൾ എടുക്കുന്നതിന് 3000 ടോക്കൺ എടുക്കണം. 3000 ടോക്കൺ എടുത്ത് കയറി കഴിയുമ്പം ആ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആര് കയറിയാലും അതിൻ്റെ 5% ഈ ടോക്കൺ എടുത്ത് ഈ ഡിസ്ട്രിക്ട് പോൾ എടുത്ത ആൾക്ക് കിട്ടും. അത് ശരി. ഓരോ ജില്ലയിലും ഓരോ ആളുകൾക്ക് ചാൻസ് ഉണ്ട്. ഒരു ജില്ലയിൽ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ ഏത് ഡിസ്ട്രിക്റ്റിലും എടുക്കാം. അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് മാറും. അപ്പം അവിടെയുള്ള ആൾക്ക് അവിടെയുള്ള ഡിസ്ട്രിക്ട് എടുത്തുകൊണ്ട് അതിൻ്റെ പാർട്ടാകുകയും അവിടെ നടക്കുന്ന ബിസിനസ്സിലേക്ക് അതിൻ്റെ ചെയർമാൻ സ്ഥാനം അവർക്ക് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ ഡിസ്ട്രിക്ട് പൂൾ എടുക്കുന്ന ആൾക്കാർക്ക് ആ ചെയർമാൻ സ്ഥാനം കൊടുക്കും. ആ ചെയർമാൻ്റെ അണ്ടറിലായിരിക്കും അവിടെ നടക്കുന്ന ബിസിനസ്സിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ട ഒരു ചുമതല കൊടുക്കുന്നുണ്ട്. ടോട്ടലി ഈ ഒരു പ്രൊജക്ടിൻ്റെ എല്ലാ തലങ്ങളിലും ഭാഗമാകാനുള്ള ഒരു അവസരം തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ ഇ-കൊമേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പം ഒരു കമ്പനിയെ ചൂണ്ടിക്കാണിക്കുന്നവർക്ക് 5% കിട്ടുന്നുണ്ട്. ഈ ടോക്കൺ ഉപയോഗിച്ച് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അത് കമ്പനിക്കാരൻ്റെ ലാഭം വെച്ചാൽ മറ്റ് കമ്പനിയുടെ ലാഭം വീതം കൂടി ഇദ്ദേഹത്തിന് കൂടി കിട്ടുന്നുണ്ട്. നമ്മൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലേക്ക് കയറി കഴിഞ്ഞാൽ മറ്റ് കമ്പനിയുടെ ലാഭം ഇവർക്ക് കിട്ടുമോ? കിട്ടത്തില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ഭാഗമാകുന്ന ഒരു കമ്പനിക്കാരന് മറ്റ് കമ്പനിയുടെ നമുക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിധം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതായത് ആ പ്രൊഡക്റ്റിനെ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അവരുടെ വ്യവസായവും ഡെവലപ്പ് ചെയ്യുക. അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന കമ്പനിക്കാരെയും നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുക. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്കും നമ്മൾ നമ്മുടെ ട്രസ്റ്റ് വഴി അവർക്ക് വേണ്ടുന്ന കാര്യം ചെയ്യാൻ സഹായം ചെയ്യും. അതായത് ഇപ്പോൾ 20 ടോക്കൺ പോലും എടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് പോലും ഇതിൻ്റെ ഒരു വിഹിതം നമ്മുടെ ട്രസ്റ്റ് വഴി നമ്മൾ ജനങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്യും. അതായത് നമ്മുടെ ടോട്ടലി പറഞ്ഞാൽ ഇതൊരു ഏറ്റവും വലിയൊരു ജനകീയ പ്രോത്സാഹനമായിട്ട് മാറ്റുക, ഇതിൻ്റെ ഗുണം സാധാരണപ്പെട്ടവരിലേക്ക് എത്തിക്കുക. ഇതാണ് എൻ്റെ കൺസെപ്റ്റ്. ഓക്കെ താങ്ക് യു സർ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ ഒരു പ്രൊജക്റ്റ് ജനകീയമായി തന്നെ മുന്നേറട്ടെ. വരും നാളുകളിൽ
ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ക്രിപ്റ്റോ എന്തെന്നും അതുപോലെ തന്നെ ക്രിപ്റ്റോയിലൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കുക എന്നും നിങ്ങളുടെ GCD ടോക്കൺ വഴി ആളുകൾക്ക് ബോധ്യമാവട്ടെ. എന്തായാലും ഈ ഒരു പ്രൊജക്റ്റ് നമ്മുടെ വ്യൂവേഴ്സിനെ പരിചയപ്പെടുത്തുന്ന ഒരുപാട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ അംഗമാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും അവിടെ നിന്ന് ലഭ്യമാകുന്നതാണ്. സർ, അവസാനമായി നമ്മുടെ വ്യൂവേഴ്സിനോടായിട്ട് എന്തെങ്കിലും പറയാനോ? ഒന്നുകൂടി പറയാനുണ്ട്. ഓക്കെ. അതായത് ക്രിപ്റ്റോ കറൻസി ഞാനിത് സ്റ്റഡി ചെയ്യാന്നുകൊണ്ട് കുറേ നാളായി. അപ്പോൾ ഓരോന്നും സ്റ്റഡി ചെയ്ത് വരുമ്പം നല്ലതുകൊണ്ട് ചീത്തയൊക്കെ ഉണ്ട്. ഓക്കെ. പക്ഷേ എനിക്ക് ഇതറിയാൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്നതും ഓരോ കമ്പനിയും പുതുതായിട്ട് വരുമ്പോഴും അറിയാൻ സാധിക്കുന്നത് ഈ ന്യൂ ഫോക്കസ് TV എന്ന സാറിൻ്റെ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടാണ്. സത്യം പറയാം, എനിക്ക് കാരണം എവിടെ ഒത്തിരി ക്രിപ്റ്റോ കമ്പനിയൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് അവരുടെ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒത്തിരി ഒരു വൈറ്റ് പേപ്പറോ ഇതൊന്നും വ്യക്തമായിട്ട് കിട്ടത്തില്ല. പക്ഷേ നമ്മുടെ ക്രിപ്റ്റോ ബിസിനസ്സിലേക്ക് വരുമ്പം ഏകദേശം കൂടുതൽ കമ്പനിക്കാരുടെ വിവരങ്ങൾ കിട്ടാൻ ഞാൻ യൂട്യൂബിൽ നിന്ന് സാറിനെ പരിചയപ്പെട്ടു. യൂട്യൂബിൽ നിന്ന് സാറിനെ നമ്പർ എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി സാർ എല്ലാ സ്ഥലങ്ങളിലും ക്രിപ്റ്റോയെക്കുറിച്ച് പഠിക്കുകയും അവരുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കിയപ്പം എനിക്ക് തോന്നി സാറ് എൻ്റെ കൂടി പ്രോഗ്രാം ചെയ്യാം. ഇന്ന് നമ്മുടെ ഈ ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്ന് സാറ് ഈ ദിവസം തന്നെ വന്നതിൽ എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട്. കാരണം ഈ പറയുന്ന ബിസിനസ്സിലെല്ലാം അല്ലെങ്കിൽ ഈ ജനകീയ മുന്നേറ്റത്തിലെല്ലാം സാറും ഉൾപ്പെടെ പങ്കാളിയാണ്. കാരണം നമ്മൾ വിചാരിച്ചാലേ ഈ സമൂഹത്തിനൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് നമ്മൾ ഇപ്പം ഞാൻ ജോലി ചെയ്തു അല്ലെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്തു ഞാൻ സമ്പാദിച്ച് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ള ചുമതല എൻ്റെ ലൈഫിലുള്ളത്. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മളും നമ്മുടെ സമൂഹത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ള ഒരു ആശയമാണ് നമ്മൾ ഇതിലൂടെ നടപ്പിലാക്കുന്നത്. ഈ ന്യൂ ഫോക്കസ് ടിയുടെ സാറിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയണം. കാരണം ഇത് പറഞ്ഞാലും തീരുന്നില്ല. കാരണം ഇന്നത്തെ ഈ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്നതിന് ഒത്തിരി സന്തോഷം. നന്ദി, നമസ്കാരം, താങ്ക് യു.